വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലാന്റയെ കുറിച്ചിട്ടാണ്. സിരിയയിലെ നിലവിലെ ലീഗ് ലീഡേഴ്സാണ് അറ്റ്ലാന്റ. ഇപ്പോൾ 16 മത്സരങ്ങളിൽ 37 പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്തുണ്ട്. അവർ കഴിഞ്ഞ 10 മത്സരങ്ങളും വിജയിച്ച് റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്പെരീനിയുടെ അറ്റ്ലാന്റ എന്ന് തന്നെ പറയാം. അപ്പോൾ അറ്റ്ലാന്റ നിലവിൽ യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ലിവർപൂളിനെ അതുപോലെ തന്നെ ലെവർകൂസനെയൊക്കെ തോപ്പിച്ചിട്ടാണ് അവർ യൂറോപ്പ ലീഗ് ജയിച്ചത്. പക്ഷെ അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം അവരുടെ മെയിൻ താരമായ കൊപ്പമിനേഴ്സ് ക്ലബ്ബ് വിട്ടുപോയി. അതുപോലെ തന്നെ സ്കമാക്കൊക്കെ ഇഞ്ചുറി വന്നു. പക്ഷെ അതിനെയൊക്കെ അവർ നല്ല രീതിയിൽ ഓവർകം ചെയ്ത് അവരിപ്പോൾ യൂറോപ്പിൽ തന്നെ നല്ലൊരു ഫോഴ്സായിട്ട് അവരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അറ്റ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ ഗ്യാസ്പെരീനിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയണം. കാരണം അദ്ദേഹമാണ് ഈ ഒരു ക്ലബിനെ മാറ്റിമറിച്ചത് എന്നുള്ളതാണ്. കാരണം അതിനു മുമ്പ് വരെ അവരൊരു മിഡ് ടേബിളിന് താഴെയൊക്കെ കിടന്നുകൊണ്ടിരുന്ന ഒരു ക്ലബ്ബാണ്. അവർ 2016 ഗ്യാസ്പെരീനി ചാർജ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സീസണിൽ അവർ 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചാർജ് എടുത്തു. 4-5 മത്സരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അവർ ക്ലിക്കായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസണിൽ തന്നെ അവർക്ക് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് അവർ ആ സീസണിൽ യൂറോപ്പ ലീഗിലേക്കാണ് പോയത്. കാരണം അന്ന് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് സിരിയയിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ യൂറോപ്പ ലീഗിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ 26 വർഷങ്ങൾക്ക് ശേഷം അവരൊരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം 2016 തൊട്ട് ഈ വർഷം വരെ അവർ യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആകെ ഒരു സീസണിൽ മാത്രമാണ് അവർക്ക് മിസ്സായത്. അതല്ലാതെ അവർ ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിലൊക്കെ കളിച്ച് കൊണ്ടിരിക്കുന്ന റെഗുലറായിട്ട് കളിക്കുന്ന ഒരു ടീമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമല്ലാതിരുന്നൊരു ടീം ആക്ച്വലി യൂറോപ്പിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ടീമായിട്ട് മാറി, ട്രോഫിയൊക്കെ വിജയിക്കുന്ന ഒരു ടീമായിട്ട് മാറി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബെർഗാമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏതാണ്ട് 1,20,000 ആൾക്കാർ മാത്രമുള്ള ഒരു ചെറിയ ടൗണിൽ നിന്നുമാണ് ഈ ക്ലബ്ബ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ്. ഇപ്പം എന്തായാലും ഗ്യാസ്പെരീനിയുടെ ടാക്ടിക്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം വളരെ അട്രാക്റ്റീവ് ഫുട്ബോൾ കളിപ്പിക്കുന്ന ഒരു മാനേജറാണ് ഗ്യാസ്പെരീനി. ഭയങ്കര അഗ്രസീവാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. അതുപോലെ തന്നെ മാൻ ടു മാൻ മാർക്കിംഗ് ഒക്കെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. 3-4-3 ആണ് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക് 3 വെച്ച് കളിപ്പിക്കുന്ന ഒരു മാനേജറാണ്. വിങ് ബാക്സിനൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോഴുണ്ട്. സീരിയ തന്നെ ഏറ്റവും കൂടുതൽ ക്രോസുകൾ ഇടുന്ന ടീമുകളിലൊന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റ എന്ന് പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ അറ്റാക്കിംഗ് ആണ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യാനുള്ള കാര്യം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ പാസഞ്ചേഴ്സിനൊന്നും അവിടെ സ്ഥാനമില്ല. വളരെ വർക്കഹോളിക്കായിട്ടുള്ള അല്ലെങ്കിൽ അത്ലറ്റിക് ഒക്കെ ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിനാണ് അദ്ദേഹം കളിപ്പിക്കാറ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം എഡേഴ്സൺ ഒരു മെയിൻ താരങ്ങളിൽ ഒരാളാണ്. എഡേഴ്സന് വേണ്ടിയിട്ട് ഇപ്പോൾ പല വലിയ ക്ലബ്ബുകളും നോട്ടമിടുന്നുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന അല്ലെങ്കിൽ എഡേഴ്സൻ്റെ ഒപ്പം കളിക്കുന്ന ഒരു പ്ലെയറാണ് ഡി റൂൺ. നമുക്കറിയാം ഡച്ച് താരമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് മിഡ്ഫീൽഡിൽ കളിക്കാറ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റയലിനെതിരെ കളിച്ചപ്പോൾ ഈ ഒരു മിഡ്ഫീൽഡായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയലിനെതിരെ ടു ടോ പോകാനൊക്കെ ഇവർക്ക് സാധിച്ചിരുന്നു. 3-2 എന്നുള്ള സ്കോറിലാണ് അവസാനിച്ചത്. ശരിക്കും അവസാനം ഒരു ചാൻസ് മത്തേയോ റെറ്റുഗി മിസ്സാക്കിയതാണ്. അതല്ലെങ്കിൽ ആ കളി 3-3 അവസാനിച്ചേനെ. അതുപോലെ തന്നെ ആഴ്സണലിനെതിരെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതേ റെറ്റുഗി തന്നെ ഒരു ചാൻസ് മിസ്സാക്കി എന്നുള്ളതാണ്. പക്ഷേ റെറ്റുഗി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും റെറ്റുഗിയാണ് ഈ സീസണിലെ സിരിയയിലെ ടോപ്പ് സ്കോറർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലെയറിനെ പറ്റി പ്ലെയർ ഇൻ ഫോക്കസിൽ ഒരു 1.5 കൊല്ലം മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു പ്ലെയർ ആയിരുന്നു. കാരണം അദ്ദേഹം ആ സമയത്ത് അർജന്റീനയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അർജന്റീനൻ താരമാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾ സ്കോറൊക്കെ ചെയ്ത് ടോപ്പ് സ്കോറായിട്ട് ഇരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ എന്തായാലും യൂറോപ്പിലേക്ക് മൂവ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ മൂവ് ചെയ്തിട്ട് ആൾ നിലവിൽ ഇതുവരെ സക്സസ്ഫുൾ ആണെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സിരിയയിലെ ടോപ്പ് സ്കോറർ ററ്റേഗ്യു ആണ്. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാനുള്ള ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്മാനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലുക്മാൻ ഈ വർഷത്തെ ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഭയങ്കര ഫോമിലാണ് ലുക്മാൻ. 13 ഗെയിമുകളിൽ 8 ഗോളും 4 അസിസ്റ്റും ലുക്മാൻ ലീഗിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരാളാണ് ഡി കറ്റലാരെ. അപ്പോൾ കറ്റലാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AC മിലാനിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് ബെൽജിയത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം ഹൈപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. നെക്സ്റ്റ് ഡിബ്രോയിന എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ AC മിലാനിൽ പോയിട്ട് അവിടെ ഫെയിലായിപ്പോയി. അതിനുശേഷമാണ് അറ്റ്ലാന്റയിലേക്ക് ജോയിൻ ചെയ്തത്. ഗ്യാസ്പെരീനിയുടെ അണ്ടറിൽ വന്നതിന് ശേഷം കിടിലൻ പെർഫോമൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും 18 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് കെറ്റ്ലാരൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ സീസണിലാണെങ്കിൽ ഇതുവരെ 8 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ലീഗിൽ കെറ്റ്ലാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുന്ന പ്ലേയേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു മാനേജറാണ് ഗ്യാസ്പെരീനി. ഇപ്പോൾ ലുക്മാൻ്റെ കാര്യം പറയുകയാണെങ്കിലും പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്.
അപ്പോൾ അങ്ങനെ ലുക്മാൻ ആണെങ്കിലും ഡെവലപ്ഡായി, കറ്റ്ലാരി ആണെങ്കിലും ഉടനെ തന്നെ ഡെവലപ്പായി. അതുപോലെ ഹെഡേഴ്സൺ. അപ്പോൾ അങ്ങനെ പ്ലേയേഴ്സിനെ, പിന്നെ സെയ്ദ് കൊലാസിനാച്ചിനെ പറ്റി പറയണം. കുറേ നാൾ മുമ്പ് ആഴ്സണലിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കാണ് കൊലാസിനാച്ച്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് ഇപ്പോൾ അറ്റ്ലാന്റയുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന പോലെ ഒത്തിരി ഫണ്ടിങ് ഉള്ള വലിയ ക്ലബ്ബൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും, എസ്പെഷ്യലി ഫ്രം ഇന്റർ മിലാൻ ആൻഡ് നാപ്പോളി. ഈ രണ്ട് ടീമുകൾക്കാണെങ്കിൽ ഫയർ പവറും ഉണ്ട്, സ്റ്റാർ പവറും ഉണ്ട് അറ്റ്ലാന്റിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും അവർക്ക് ആ ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.